കാക്കച്ചി ഈ കാക്കച്ചി കാക്കച്ചിയെ രണ്ടും കൂടെ കൊത്തുകൂടുന്നോ? അടി അടി വാങ്ങിക്കും രണ്ടുപേർക്കും. അടിയടി. രണ്ട് കാക്കകൾ തമ്മിൽ ഭയങ്കര അടി. ഞാൻ വിചാരിച്ച എന്തുവാന്ന് മതിലെ കടന്ന് ഭയങ്കര അടി കേട്ടോ. എന്താണോ പ്രശ്നം? വല്ല കുടുംബ പ്രശ്നം വല്ലതും ആയിരിക്കും, എനിക്കറിയത്തില്ല. ഭയങ്കര അടി. കുടുംബ പ്രശ്നം വല്ലതായിരിക്കുന്നത്. എന്തിനാ ഇടപെടുന്നത്? എൻ്റെ കുടുംബ പ്രശ്നമല്ലല്ലോ, അവരുടേതല്ലേ. അവർ കെട്ടിയാലും കൂടെ മുഴുത്ത അടി, ഭയങ്കര അടി. ഇന്ന് മിക്കവാറും പെണ്ണുമ്പിള്ളക്ക് കിട്ടും കേട്ടോ. കാക്കച്ചി പെണ്ണുമ്പിള്ളക്ക് കിട്ടും. അതിലെൻ്റെ പുറത്ത് ഭയങ്കര അടി. എൻ്റെ പൊന്നെ, മനുഷ്യരില്ല അടിക്കത്തില്ലേ? അതേപോലെ കൊക്കും വെച്ചേ അടിക്കില്ല. അപ്പോഴും നമ്മൾ വന്ന കാര്യം എന്താ? ഇന്നതേ സുപ്പുവാണെങ്കിലേ നമ്മുടെ ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ ഇടാൻ പറ്റിയൊരു അടിപൊളി വളമായിട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഒത്തിരി ദിവസം ഇപ്പം മഴ പെയ്തില്ല, അപ്പോഴും ഒത്തിരി നാളായിരുന്നു ഞാൻ ചെടിക്കൊക്കെ വളം ഇട്ടിട്ടെ. അപ്പോഴേ റോയൽ പ്ലസ് എന്നും പറഞ്ഞ വെജിറ്റബിൾസ് ആൻഡ് ഗാർഡൻ മിക്സ്ചർ, അതാണ് സുപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് പൂ പിടിക്കും, കായും പിടിക്കും. പച്ചമുളകും തക്കാളിയും പയറും ഒക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ. പരസ്യമൊന്നും അല്ല ഇത്. സുപ്പു ഇതേപോലെ ഈ ചെടിക്കാർ വരുമല്ലോ, ചെടിക്കാർ വരുമ്പോൾ അവരുടെ എന്ന് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. അടിപൊളിയാണ് ഈ വളം. കൈ കൊണ്ടൊക്കെ ഇടാവോ എന്താ, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സംഭവം കേട്ടോ. ഞാൻ കൈ കൊണ്ടൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. എനിക്കിത് ഈ കുഞ്ഞു പൂവുള്ള ചെടി ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിങ്ങനെ നമ്മൾ ഇച്ചിരി ഏറെ വളം ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൂ പിടിക്കും, നന്നായിട്ട് പൂ പിടിക്കും കേട്ടോ. ഇട്ട് കൊടുത്താൽ മതി. എല്ലാത്തിനും ഇട്ട് കൊടുക്കണം കേട്ടോ. മൂന്ന് കവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല മഴപ്പരുവല്ലേ, അപ്പം ഇപ്പം ഇട്ട് കൊടുത്താൽ പിടിച്ചത് തന്നെ കേട്ടോ. അങ്ങനെയാണല്ലോ, അടിവളം ഇട്ട് കൊടുത്താൽ സൂപ്പറായിട്ട് പിടിക്കുകയല്ല. അപ്പോൾ ഇനി നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വയ്ക്കാം. ആ മതിലിൻ്റെ മുകളിൽ ഇരുന്ന് അവർ അടി ഉണ്ടാവുന്ന കേട്ടോ. കാണാൻ ഭയങ്കര പൂരത്തല്ലേ. ഇന്ന് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. ദൈവമേ, കാഴ്ചക്കാരിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളല്ലോ. എന്തോ അവിടെ പ്രശ്നം? അവിടെ എന്താണ് പ്രശ്നം? ഞാൻ വരണോ? കാക്കച്ചി, ഞാൻ വരണോന്ന്? എന്താ പ്രശ്നം? കുടുംബ പ്രശ്നം വല്ലതും ആണോ? കുടുംബ പ്രശ്നം വല്ലതും ആണോ? നമ്മുടെ ക്യാമറയൊക്കെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാത്തിനും ഇച്ചിരി ഇട്ട് കൊടുക്കാം. എല്ലാത്തിനും പൂ വരട്ടെ. എല്ലാത്തിനും പൂവുണ്ടാവട്ടല്ലേ. ഇത് ചട്ടിയല്ല, ഇനി വെളിയിലെടുത്ത് മാറ്റി ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കണം എനിക്ക് കേട്ടോ. എല്ലാം ഒത്തിരി ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നില്ല കേട്ടോ. കരിയിലയും മഴ തോന്നട്ടെ, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് മഞ്ഞ ഓർക്കിഡിനൊക്കെ ശരിക്കും ഇട്ട് കൊടുക്കണം. അന്നേരം വലിയ പൂവുണ്ടാവും കേട്ടോ. ഡാഫോഡിൽസ് കള്ളന്മാരും എല്ലാം ആണോ? ഓളമല്ലേ, ഇനി ആരെങ്കിലും ഒക്കെ അവന്മാർ വരും കേട്ടോ. ഇങ്ങനെ ഓരോന്ന് തപ്പാൻ നോക്കിക്കോണം. ഇതും ഒരു ചെടിയാണല്ലോ. ചില ചട്ടിക്കകത്തൊന്നും ചെടിയില്ല കേട്ടോ. ചട്ടിക്കകത്ത് ചെമ്പരത്തി വരെ ഞാൻ ചട്ടിക്കകത്താണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ഒരിടത്തുനിന്ന് അടിച്ചു മാറ്റി ചെടി, അത് പടർന്നു. അതിന് ശരിക്കും വളം ഇട്ട് കൊടുക്കണം. ഒരു മഞ്ഞ പൂവാട്ടോ, മഞ്ഞ പൂവുള്ള ചെടി. അത് പടർന്നു. അത് നല്ലതായിട്ട് പടർന്നു കേട്ടോ. അമ്മച്ചിയെ പൊങ്ങടാ. അവൻ അവിടെ ഇവിടെ എല്ലാം കയറി ചുറ്റിക്കളഞ്ഞു. അവനെ നമുക്ക് അവിടുന്ന് പൊക്കണം. ഇവിടെ വാടാ കുരുത്തം കെട്ടവന്. ആരാ? എന്തോ? ഇല്ല 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 ഇല്ല.
അതിന് പടർത്തി വരണം ഈ ചെടി. ആക്രിക്കാരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു. ആക്രിയായിട്ട് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ചേട്ടാന്ന് പറഞ്ഞു. ചേട്ടൻ അപ്പോഴേ പമ്പാണ്. നമുക്ക് പിച്ചിക്ക് കൂടി ഇട്ട് കൊടുക്കാം. ആക്രിക്കാർ ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കാതില്ല കേട്ടോ. ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കരുത്, നല്ല വളമാട്ടോ. ഒത്തിരി ഇട്ട് കൊടുത്താൽ ഉണങ്ങിപ്പോകും. മഴ ആയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അവിടെ നമ്മുടെ പിച്ചിക്കൂടി ഇട്ട് കൊടുക്കാം. അവിടുത്തെ പിച്ചിക്കൂടി ഇട്ട് കൊടുക്കാം. ഇതാ കേട്ടോ നമ്മുടെ വേറെ പിച്ചി. ഇത് വേറെ എണ്ണം പിച്ചി കേട്ടോ. ഇത് വലിയ പൂവാട്ടോ. ഇതിൻ്റെ വലിയ പൂവാണ്. വലിയ പൂവ അതേപോലെയുള്ള പിച്ചിയല്ലേ, അതിനെക്കാട്ടിലും വലിയ പൂവായി. അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പയറേ, ഇവിടെ നമ്മൾ പച്ചക്കറിയൊക്കെ കൊണ്ടിടത്തില്ലേ, പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടിടത്തില്ലേ. അങ്ങനെ കൊണ്ടിട്ടപ്പോഴേ എനിക്കൊരു പയർ പിടിച്ച് ഞാൻ കാണിക്കാം കേട്ടോ. അതിനകത്ത് നിറച്ചും പയറായി. വായോ, വേണ്ട നിറച്ചും പയറായി. ഇത് തന്നെ പിടിച്ചത് കണ്ടോ, കാണാൻ പറ്റുമോ? പയറ് എല്ലാം പയറായി, മേലോട്ട് പടർന്നു പോയിട്ടുണ്ട്. നിറച്ചും പയറായി. അതിന് നമുക്ക് ചിരിപ്പ് വരുന്നുണ്ട്. തന്നെ കിളിർത്ത് വന്നതാ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ എല്ലാം പച്ചക്കറിയുടെ വേസ്റ്റാണ് ഞാൻ കൊണ്ടുവരുന്നത് കേട്ടോ. ഇവിടെ നിറച്ച് ഫുള്ള് ഞാൻ പച്ചക്കറി വേസ്റ്റാണ് കൊണ്ടുവരുന്നത്. ഇവിടെ തെറ്റി നിൽക്കട്ടെ, റോസ് കുഞ്ഞി തെറ്റി. ഇവിടെ റോസ് തെറ്റി കേട്ടോ. നല്ല രസം അത് കാണാൻ. കാണാൻ നല്ല ഭംഗി. പിന്നെ നമ്മുടെ വല്യ തെറ്റിക്കുകയാണ്. വല്യ തെറ്റിക്കാതെ നിറച്ച് എനിക്ക് പൂവാണ് കേട്ടോ. നിറച്ച് പൂവെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല രസം ഈ വീഡിയോയൊക്കെ എടുക്കാൻ. നമ്മുടെ ഇലക്ഷനൊക്കെ വന്നില്ലേ, അപ്പോൾ ഇലക്ഷൻ വന്നപ്പം നമ്മുടെ നേതാക്കന്മാർ അവരുണ്ടല്ലോ, സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടല്ലോ. സ്ഥാനാർത്ഥികൾ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ പറയത്തില്ലേ വോട്ട് ചെയ്യണം ഇന്ന ആൾക്കാർക്കെന്നും പറഞ്ഞ്. അങ്ങനെ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അവർ ഇട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇട്ട് നല്ല ഭംഗിയാണ്. ഇതിലും പൂവുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തെറ്റിക്കകത്ത്. ബായ്, അത് കാണിക്കാം. കമോൺ. വേണ്ട നല്ല രസമല്ലേ. ഇതിലും നല്ല എല്ലാം അങ്ങ് പൂവിടും കേട്ടോ. ഇല കാണത്തില്ല ഇനി. ഇല കാണാതെ ഇനി ഫുള്ള് പൂവായിരിക്കും. നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ യൂട്യൂബിൻ്റെ എൻ്റെ DP അങ്ങനെ ഈ തെറ്റിപ്പൂ പിടിച്ചപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. അതാണ് നമ്മളിപ്പോഴും ഇട്ടേക്കുന്നത്. ഞാൻ മാറ്റിയിട്ടേ ഇല്ല കേട്ടോ. നല്ല രസം. സാരി എടുത്ത്, ഒരു നീല സാരി എടുത്ത്, ഇതാണ് ഇവിടെ നിന്നുള്ളതാണ്. വാരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ ആയിട്ട് കൊടുക്കുന്നത്, അല്ലാതെ കുഴിക്കൊന്നും വേണ്ട. പിന്നെ കഞ്ഞിവെള്ളം, ശരിക്ക് കഞ്ഞിവെള്ളം നമ്മുടെ സാധാ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് ഒഴിക്കും. അതൊക്കെയാണ് എൻ്റെ ഈ തെറ്റിയുടെ രഹസ്യം, തെറ്റിപ്പൂവിൻ്റെ രഹസ്യം. മഴയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വേറെ 2 കവറും കൂടി ബാക്കിയിട്ട് കൂടെ ഇട്ട് കൊടുക്കണം. അത് ഇനി ഇടുന്നില്ല.
പിഴിഞ്ഞിട്ട് കൊടുക്കുന്നില്ല, കുറേശ്ശെ 20 രൂപ കൊടുത്ത് 5 തെറ്റിത്തൈ നട്ടതാ കേട്ടോ. നമ്മുടെ ഇവിടെ മലനട ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ ഉത്സവത്തിന് 20 രൂപ കൊടുത്ത് 5 തെറ്റിത്തൈ വാങ്ങിച്ചതാണ്. അതാണിത്. എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല ഇത് കേട്ടോ, പക്ഷെ നല്ല സൂപ്പറാണിത് വളം. ഞാൻ എപ്പോഴും ഇതാ വാങ്ങിച്ചിരുന്നത് കേട്ടോ. അവർ വരുമ്പോൾ, ചെടിക്കാർ വരുമ്പോൾ ചോദിക്കും, ചേച്ചി വേണോ? ഞാൻ പറയും വേണം. ഞാൻ 2-3 കവറൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ. അല്ലാതുള്ള ഇതൊന്നും അല്ല ഞാൻ വാങ്ങിച്ച് ഇതെന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തൊരു സംഭവമാണ്, എന്തൊരു വളമാണെന്ന് എന്നോട് ചോദിക്കരുത്. പക്ഷെ നല്ല സംഭവമാണ്. പച്ചക്കറി ആണെങ്കിൽ കൈക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പേടിച്ചൊക്കെ ഇടുന്നത്, പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ തന്നെ എപ്പോഴും ഇടുന്നു, കൈ കൊണ്ടാണ്. ഗ്ലൗസൊക്കെ ഇടണമെന്നൊക്കെ പറയും. സോറി, ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാറില്ല. ഓപ്പറേഷൻ ചെയ്യാൻ പോവാം അല്ലേ, ഗ്ലൗസൊക്കെ ഇട്ട് അല്ലേ, കയ്യറയൊക്കെ ഇട്ട്. ഞാൻ എന്ത് ഓപ്പറേഷനോ അല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ വല്ല കയറുന്നല്ലേ. 80 രൂപയേ ഉള്ളൂ കേട്ടോ. 80 രൂപയാണ് ഇതിൻ്റെ വില. 80 രൂപ. സൂപ്പറാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ കോളിഫ്ലവർ, കാബേജ്, പൂവ്, തക്കാളി എല്ലാത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് പടം. പക്ഷെ സംഭവം കിടിലനാണ് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഇത് എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ കാണും കേട്ടോ. കിട്ടുവാണെങ്കിൽ എന്തായാലും ഇത് വാങ്ങിച്ച് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കണം. നല്ല പൂവും കായും ഒക്കെ കിട്ടും കേട്ടോ. സൂപ്പറാണ്. ഓക്കെ, പരസ്യമൊന്നും അല്ല, ഞാനിടുന്ന വളമൊക്കെ ഇട്ട് കൊടുത്തത്. ഇവിടെ പൂ കുറവാണ് ഇപ്പം, ഈ വളം ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നല്ല പൂവാണ്. ഇപ്പം പിന്നെ മഴപ്പരുവല്ലേ, പൂ കുറയും. ഉണക്ക സമയത്താണ് ഇവിടെ പൂ ഒത്തിരി നമുക്ക് കിട്ടുന്നത് കേട്ടോ. ചെമ്പരത്തി പൂവും എല്ലാം കിട്ടുന്നത് ഈ ഉണക്ക സമയത്താണ്. ഇപ്പം പൊതുവെ മഴയല്ലേ, മഴപ്പരുവാകുമ്പോൾ ചെടിയെല്ലാം ചീഞ്ഞളിഞ്ഞൊക്കെ പോകും. അല്ലെങ്കിൽ പിന്നെ ചില ചെടികളൊക്കെ ഇങ്ങനെ ചീഞ്ഞളിയാൻ നമ്മൾ ഷെയ്ഡിൻ്റെ കീഴത്ത് വയ്ക്കത്തില്ല, അങ്ങനെയൊക്കെ വെച്ചാൽ ശരിയാവും കേട്ടോ. അപ്പോൾ ഈ വളമൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ഇട്ട് നോക്കുക, ഇട്ട് കൊടുക്കുക കേട്ടോ. വലിയ എന്നാ ചോദിക്കും, പിന്നെ അവളുടെ ഒരു വളം പോണേ എന്ന് പറയും. ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നു കേട്ടോ. ഓക്കെ, പൂക്കുമ്പോൾ ഞാൻ എല്ലാം പൂ പിടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളം ഇട്ടതിനൊക്കെ ഇനിയിപ്പം പൂ പിടിക്കുമല്ലോ, അപ്പോഴും ഞാൻ കാണിച്ചു തരാം. അപ്പോഴും നിങ്ങൾ നോക്കി, ആ കൊച്ചു പറഞ്ഞത് നേരാണല്ലോ. അപ്പോഴും നമുക്ക് ചേട്ടന്മാരോട് വഴക്കുണ്ടാക്കണം. ചേട്ടാ നമുക്കും വാങ്ങിക്കണം അതേപോലെയുള്ള വളമൊന്നും. ചേട്ടന്മാരെയും കൊണ്ട് വഴക്കുണ്ടാക്കിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ മഴ തോന്നി നിൽക്കും. ഇന്നിപ്പോൾ രാവിലെ മഴയൊന്നും പെയ്തില്ല കേട്ടോ, കുഞ്ഞ് വെയിൽ. തുണിയൊന്നും പറക്കിയിടാൻ പറ്റത്തില്ല, പ്രതീക്ഷയില്ല, അതുകൊണ്ട് ഞാൻ പറക്കിയിടുന്നില്ല. അപ്പോഴിങ്ങനെ വെയിൽ വരുന്നതും കാത്ത് സുപ്പും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ കാത്തിരിക്കത്തില്ലേ നമ്മൾ, വേഴാമ്പലിനെ കാത്തിരിക്കത്തില്ല, അതേപോലെ മഴ വരുന്നോ വെയിൽ വരുന്നോ എന്നൊക്കെ ഇങ്ങനെ നോക്കി മാനത്തോട്ട് നോക്കിയിരിക്കുക. ഞാൻ വെയിൽ വന്നാൽ എല്ലാം പറക്കിയിട്ട് ഉണക്കണം കേട്ടോ. പരിപാടികളെല്ലാം, ജോലിയെല്ലാം രാവിലെ കഴിഞ്ഞു. അപ്പോൾ ചെടിക്ക് വളം ഇട്ട് കഴിഞ്ഞു നമ്മളല്ലേ. അപ്പോൾ പോകാം നമുക്ക്. ടാറ്റ. മഴയ്ക്ക് മുമ്പ് അകത്ത് കയറാം. ഇന്നാൾക്ക് മഴച്ചാറ്റിൽ നനഞ്ഞ് പനി പിടിച്ചു. ഇല്ല, ഇനി പെയ്യത്തില്ലായിരിക്കാം കേട്ടോ, ചാൻസ് ഇല്ല. ചെറിയ വെയിലൊക്കെ വരും, അപ്പോൾ പെയ്യത്തില്ലായിരിക്കും അല്ലേ. പെയ്യത്തില്ലെന്ന് വിശ്വസിക്കാം അല്ലേ.